ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചിട്ടാണ്. കൊമേഴ്സ് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും വരുന്ന കോമൺ പേപ്പറാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളൊരു ബ്രീഫ് ഐഡിയ, അതിൻ്റെ കുറച്ച് മേജർ ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ നീഡ്സ്, പിന്നെ പ്രധാനമായി നോക്കാൻ പോകുന്നത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൻ്റെ അകത്ത് പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഉണ്ട്, അതുപോലെ IFRS ഉണ്ട്, ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ നമുക്കിപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാമിന് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പഠിക്കാനുണ്ടെങ്കിൽ എന്തായാലും എക്സാമിന് 2 മാർക്ക് ക്വസ്റ്റ്യൻസിലോ അല്ലെങ്കിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻസിലോ എങ്ങാനും എവിടെയെങ്കിലും ഇതായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കാണും. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക. ഫോർ എക്സാമ്പിൾ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിനെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്, അതായത് IAS 7 എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് ഈസ് IAS 36 എന്താണെന്ന് ചോദിക്കുക. പെട്ടെന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂസ്ഡ് ആകും. കാര്യം ഒരുപാട് നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അത് ഏതാണ് എന്ന് നമുക്ക് കിട്ടാനായിട്ട് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടണം എന്നില്ല. പക്ഷേ കിട്ടിക്കഴിഞ്ഞാലോ, ഇപ്പോൾ IAS 7 എന്ന് പറയുന്നത്, ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 7 എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ ആണ്. അത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ ആണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും അല്ലേ. ഒരു ഐഡിയ കിട്ടി നമുക്ക് അതിനെക്കുറിച്ച് എഴുതാൻ പറ്റും. പക്ഷേ അത് ഏതാണെന്ന് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യത്തില്ല, കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ബാക്ക് ബോൺ ആണെന്ന് നമുക്ക് പറയാം. കാരണം എന്താണ്, ഇപ്പോൾ ഏതൊരു എൻറ്റിറ്റിയിലായിരുന്നാലും, ഇപ്പോൾ അവരുടെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഓർ എക്കണോമിക് ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അവരെ ഗൈഡ് ചെയ്യുന്ന ഒരു കോമൺ സെറ്റ് ഓഫ് പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഓർ പ്രിൻസിപ്പിളാണ് എന്തെന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. സോ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഈസ് എ കോമൺ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ്, സ്റ്റാൻഡേർഡ്സ് ഓർ പ്രൊസീജിയർ that defines the basis of financial reporting policies and practices. ഒരു എൻറ്റിറ്റിയുടെ എല്ലാ മാറ്റേഴ്സിലും അത് കണക്റ്റഡ് ആണ്. ഇപ്പോൾ അസറ്റിലായിരുന്നാലും ലൈബിലിറ്റിയിലായിരുന്നാലും റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ആയിരുന്നാലും എന്താണ്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് റിലേറ്റഡ് ആണ്. അപ്പോൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എവിടെയൊക്കെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്, ഒരു ഇവൻ്റ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ അത് റെക്കഗ്നൈസ് ചെയ്യുന്ന ടൈമിൽ ഓർ മെഷർമെൻറ്റ് ടൈമിൽ അല്ലെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യുന്ന ടൈമിൽ. സോ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് സ്പെസിഫൈ when and how an event or transaction are to be recognized, measured and displayed. Accounting standards are written policy document. അതൊരു written policy document ആണ്. ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്, issued by the government with support of some regulatory bodies, അതായത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. ഓക്കെ, എന്താണ് ഇഷ്യൂ ചെയ്യുന്നത്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ആർക്കാണ്, ഫോർ കോർപ്പറേറ്റ്സ്. ഇനി ഏതൊക്കെ മാറ്റേഴ്സാണ് അതിനുള്ളിൽ കവർ ചെയ്യുന്നത്, കവറിങ് റെക്കഗ്നീഷൻ ഓഫ് ആൻ ഇവൻറ്റ് ഓർ ട്രാൻസാക്ഷൻ, ഒരു ഇവൻ്റ് അല്ലെങ്കിൽ ട്രാൻസാക്ഷനെ റെക്കഗ്നൈസ് ചെയ്യുക, ആൻഡ് മെഷർമെൻറ്റ് ഓഫ് ദറ്റ് ഇവൻറ്റ് ഓർ ട്രാൻസാക്ഷൻ, പ്രസൻറ്റേഷൻ ഓഫ് ദറ്റ് ഇവൻറ്റ്, ആൻഡ് ഫൈനലി ഡിസ്ക്ലോഷർ ഓഫ് ദറ്റ് ഇവൻറ്റ്. സോ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആർ റിട്ടൺ പോളിസി ഡോക്യുമെൻറ്റ് issued by the government issuing accounting standards for corporates which covers recognition of event or transaction, measurement of an event or transaction, presentation and disclosure of these events. So accounting standardsന്റെ മേജർ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടു പ്രൊവൈഡ് എ സ്റ്റാൻഡേർഡ് ഫോർ ഡൈവേഴ്സ് അക്കൗണ്ടിംഗ് പോളിസീസ്. അതായത് ഡൈവേഴ്സ് ആയിട്ടുള്ള അക്കൗണ്ടിംഗ് പോളിസീസിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുക. സെക്കൻഡ് പോയിന്റ് വരുമ്പോൾ ടു ഇൻക്രീസ് റിലയബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റിലയബിലിറ്റി എന്ത് ചെയ്യുക, കൂട്ടുക. നെക്സ്റ്റ്, ടു പ്രൊവൈഡ് ദ സ്റ്റാൻഡേർഡ് വിച്ച് ആർ ട്രാൻസ്പാരൻറ്റ് ടു ദ യൂസേഴ്സ്. യൂസേഴ്സിന് എന്താണ്, കുറച്ചുകൂടി ട്രാൻസ്പെറൻസി പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ്, ടു പ്രൊവൈഡ് സ്യൂട്ടബിൾ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ തുടങ്ങുമ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ത് ചെയ്യുന്നു, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് ദെൻ ടു എൻഷുർ കമ്പാരബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് എൻ്റർപ്രൈസസ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻ്റർപ്രൈസസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഒരു കമ്പാരബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൻ്റെ നീഡ്സ് ആണ്. ഫസ്റ്റ് വൺ, ഇംപ്രൂവ്സ് റിലയബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ പ്രിവെൻറ്റ് ഫ്രോഡ് ആൻഡ് അക്കൗണ്ടിംഗ് മാനിപ്പുലേഷൻ, അറ്റൈൻ യൂണിഫോമിറ്റി ഇൻ അക്കൗണ്ടിംഗ്, ഡിറ്റർമൈനിങ് മാനേജീരിയൽ അക്കൗണ്ടിംഗ്, serve as a guide to the accountants. So now we are moving to a topic, International Accounting Standards. International Accounting Standards is formulated by International Accounting Standard Board, IASB. അപ്പോൾ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഫോർമുലേറ്റ് ചെയ്തത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡാണ്. എന്തിനാണ് അവരത് ഇഷ്യൂ ചെയ്തത്, issued on various matters such as accounting policies,
പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഡിസ്ക്ലോഷർ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അക്കൗണ്ടിങ് പോളിസീസിൽ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൽ, ഈ പ്രിപ്പയർ ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ ഡിസ്ക്ലോഷർ ചെയ്യുന്നതിന്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഇതുവരെ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ കുറേ എണ്ണം എന്ത് ചെയ്തിട്ടുണ്ട്, സൂപ്പർസീഡ് ചെയ്തിട്ടുണ്ട്, മറ്റു ചിലത് റിവൈസ് ചെയ്തിട്ടുണ്ട്. സിൻസ് 2001, International Accounting Standard Boards issued the accounting standards which is designated as International Financial Reporting Standards അല്ലെങ്കിൽ IFRS. ഇപ്പോൾ വാലിഡ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, IFRSനുള്ളിൽ വരുന്നതാണ്. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം അല്ലെങ്കിൽ IFRSനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ വരും ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. 29 ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് ഇപ്പോൾ വാലിഡ് ആയിട്ടുള്ളത്. അതായത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 മുതൽ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 41 വരെ, അതിനിടയിൽ 29 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ IAS 1 to IAS 41, ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന് നമ്മൾ IAS എന്ന് എഴുതും. IAS 1 to IAS 41 ആണുള്ളത്. അതിനിടയിൽ 29 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെയാണെന്നുള്ളത് പെട്ടെന്ന് കുറച്ച് കൺഫ്യൂസ്ഡ് ആവും അല്ലേ. അപ്പോൾ ഇത് ഇത്രയും ലെങ്തി ആയിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ച് സിമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ലെറ്റർ ആൻഡ് നമ്പർ ഗെയിംസ് നമുക്ക് നോക്കാം. നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് പഠിക്കാൻ നമുക്കത് സഹായിക്കും. ഞാനിനി പറയാൻ പോകുന്നത് എല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ ഒരു സ്റ്റോറി പോലെ അല്ലെങ്കിൽ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക, കണക്ട് ചെയ്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനുള്ളിൽ ഏതൊക്കെയാണ് വരുന്നത്, ഏതൊക്കെയാണ് വരാത്തത്, നമുക്ക് ആദ്യം എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഏതൊക്കെയാണ് നമുക്ക് നോക്കാം, ഏതൊക്കെ നമ്പേഴ്സാണ് എക്സ്ക്ലൂഡ് ചെയ്യുന്നതെന്നുള്ളത്. സോ 1ഉം 2ഉം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻക്ലൂഡഡ് ആണ്, നമ്മൾ എടുക്കുന്നുണ്ട്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് IAS 1ഉം IAS 2ഉം നമുക്കുണ്ട്. സോ 1ഉം 2 എന്താണ്, നമ്മൾ എടുത്തിട്ടുണ്ട്, അത് ഇൻക്ലൂഡഡ് ആണ്. ഇതിൻ്റെ ബേസിലാണ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഏതൊക്കെയെന്ന് കണ്ടുപിടിക്കുന്നത്. സോ 1ഉം 2ഉം നമ്മൾ എടുത്തു. ഇനി എക്സ്ക്ലൂഡ് ചെയ്യാൻ പോകുന്നതിന് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ 1 + 2 എത്രയാണ്, 3. 3 നമ്മൾ എന്താണ്, എക്സ്ക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. 1 + 2, 3 എക്സ്ക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് 3 + 1 എത്രയാണ്, 4. അപ്പോൾ 4നെയും നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നു. 3 + 1 4നെ എക്സ്ക്ലൂഡ് ചെയ്യുന്നു. ആൻഡ് 4 + 2 എത്രയാണ്, 6. 6നെ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്ക്ലൂഡ് ചെയ്യുകയാണ്. ദെൻ അപ്പോൾ 1ൻ്റെയും 2ൻ്റെയും പരിപാടി കഴിഞ്ഞു. 1ഉം 2നും നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, 3നെ 4നെ ആഡ് ചെയ്തു. സോ ആ പരിപാടി കഴിഞ്ഞു. ഇനി ഇവിടെ ഉള്ളത് ആരാണ്, 6 ആണല്ലേ. അപ്പോൾ നമ്മൾ 6നെ എന്ത് ചെയ്യണം, 6നെ 3 കൊണ്ട് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും, 9. ഓക്കെ, ആൻഡ് ഈ 9നെ നമ്മൾ 4 കൊണ്ട് ആഡ് ചെയ്യണം. ആൻഡ് യു വിൽ ഗെറ്റ് 13, റൈറ്റ്. അപ്പോൾ 13 എന്ന് പറഞ്ഞാൽ ഭയങ്കര പിടിവാശിയുള്ള കൂട്ടത്തിലാണ്. ആരുമായിട്ട് എന്ത് ചെയ്യത്തില്ല, ആഡ് ചെയ്യാൻ അങ്ങനെ നിൽക്കത്തില്ല. പ്രത്യേകിച്ച് ആരോടെ, 13 നമുക്കറിയാം ഒരു ഓഡ് നമ്പറാണല്ലേ. പ്രത്യേകിച്ച് ഈവൻ നമ്പേഴ്സായിട്ട് ഒരിക്കലും ആഡ് ചെയ്യത്തില്ല. നമ്മൾ സാധാരണ നമ്മൾ വന്നുകൊണ്ടിരുന്നത് എങ്ങനെയാണ്, നമ്മുടെ കയ്യിൽ 1ഉം 2ഉം ഉണ്ടായിരുന്നു. ആ 1ഉം 2ഉം ആഡ് ചെയ്ത് 3 സം ചെയ്ത് 3 എഴുതി. 3 നമ്മൾ ഫസ്റ്റ് 1 കൊണ്ട് ആഡ് ചെയ്തു, 4 കിട്ടി. 4ന് നമ്മൾ 2 കൊണ്ട് ആഡ് ചെയ്തു, 6 കിട്ടി. ആ പരിപാടി ഇവിടെ കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, 6നെ 3 കൊണ്ട് ആഡ് ചെയ്തു, അപ്പോൾ 9 കിട്ടി. 9നെ 4 കൊണ്ട് ആഡ് ചെയ്തു, 13 കിട്ടി. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ 3ഉം 4ഉം എന്ത് ചെയ്യുക, മാറിയിട്ട് അടുത്ത് 6ഉം 9ഉം എടുക്കും നമ്മൾ. എന്നിട്ട് 13നെ 6 കൊണ്ട് ആഡ് ചെയ്യുകയാണല്ലോ നമ്മൾ വേണ്ടത്. പക്ഷേ ഇവിടെ നമ്മുടെ 13 ഭയങ്കര പിടിവാശിക്കാരനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല, ഈവൻ നമ്പറായിട്ട് സമ്മപ്പ് ചെയ്യത്തില്ല. അങ്ങനെ എന്ത് ചെയ്തു, ഓഡ് നമ്പറായ 9ഉമായിട്ട് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാൻ സമ്മതിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, 9ഉമായിട്ട് എങ്ങനെയും നമ്മൾ ആഡ് ചെയ്തു. എങ്ങനെ കിട്ടി, 22 എന്ന് പറഞ്ഞൊരു സം കിട്ടി. അപ്പോൾ ഇപ്പോൾ 3, 4, 6, 9, 13, 22 ഇത്രയും നമ്പേഴ്സ് എന്താണ്, എക്സ്ക്ലൂഡഡ് ആണ്. നമ്മുടെ IASൽ നിന്നും ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ നിന്നാണ്, എക്സ്ക്ലൂഡഡ് ആണ്. ഇനി 5 വരുന്ന എല്ലാ നമ്പേഴ്സും എക്സ്ക്ലൂഡഡ് ആണ്. അത് 5 വരുന്ന 5 അല്ലെങ്കിൽ 5 യൂണിറ്റ് പ്ലേസിൽ വരുന്ന എല്ലാ നമ്പേഴ്സ് എന്താണ്, എക്സ്ക്ലൂഡഡ് ആണ്. സോ 5, 15, 25, 35 1 to 41 വരാനുള്ളപ്പോൾ 35 കൊണ്ട് തീരും. അപ്പോൾ നമ്മുടെ പാറ്റേൺ കംപ്ലീറ്റ് ആയില്ല അല്ലേ. എല്ലാം ഇങ്ങനെ പെയർ വൈസ് പോലെ ഇങ്ങനെയുണ്ട്. 13, 22 എന്തില്ല, ഒരു പെയറില്ല. അപ്പോൾ എൻഡ് ചെയ്തിരിക്കുന്നത് 35ലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 35നെ റൗണ്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, എൻഡ് ചെയ്യല്ലേ. 35നെ റൗണ്ട് ചെയ്യുമ്പോൾ എന്താ, 10th പ്ലേസിൽ റൗണ്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, 30 എന്ന് എഴുതാം അല്ലേ. ഇപ്പോൾ 40 നമുക്ക് വേണമെങ്കിൽ എഴുതാം, കാര്യം 35 ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് 30 വേണം 40 എഴുതാം. പക്ഷേ 40 ആകുമ്പോൾ നമ്മുടെ കയ്യിൽ ആ കൂടി 40, 41 ഉള്ളൂ അല്ലേ. അപ്പോൾ 30s തുടങ്ങുന്ന എന്താണ്, ഒരുപാടുണ്ട് അല്ലേ. 30s 40s വരുന്ന 40, 41 മാത്രമേ വരത്തുള്ളൂ.
അപ്പം പിന്നെ വെറുതെ ആ ഉള്ളതിൽ നിന്ന് ദാരിദ്ര്യം പോലെ എടുക്കണം. നമുക്ക് 30s ഒരുപാടുണ്ടല്ലോ, 30 to 39 വരെ ഇങ്ങനെ വിശാലമായിട്ട്, 35 ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 30 എടുക്കാം. ഇനി ഒരു വേക്കൻറ്റ് പ്ലേസും കൂടി ഉണ്ടല്ലേ, അപ്പോൾ ആ വേക്കൻറ്റ് പ്ലേസ് നമുക്ക് ഫില്ല് ചെയ്യാം. എന്നാൽ 30യുടെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇരിക്കട്ടെ. അടുത്തേതാണ് 31. ഇത്രയും നമ്പേഴ്സാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ നിന്ന് എന്താവുന്നത്, എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഏത് ഡിസിഷനിലാണ്, 1ഉം 2ഉം നമുക്ക് എടുക്കാമെന്നുള്ള ഡിസിഷനിൽ സ്റ്റാർട്ട് ചെയ്തു. 1ൻ്റെയും 2ൻ്റെയും സമ്മിൽ നിന്ന് നമ്മൾ എത്ര കിട്ടി, 3 കിട്ടി. പിന്നെ 3 നമ്മൾ എന്ത് ചെയ്തു, 1 കൊണ്ട് ആഡ് ചെയ്തു, 4 കിട്ടി. 4നെ 2 കൊണ്ട് ആഡ് ചെയ്തു, 6 കിട്ടി. പിന്നെ 1ഉം 2ഉം മാറി. പിന്നെ നമ്മൾ എടുക്കുന്ന ഏതാണ്, 3ഉം 4ഉം ആണ്. അപ്പോൾ ഈ 6നെ 3 കൊണ്ട് ആഡ് ചെയ്ത് നമുക്ക് 9 കിട്ടി. ആൻഡ് 9നെ 4 കൊണ്ട് ആഡ് ചെയ്ത് 13 കിട്ടി. അവിടെ എത്തിയപ്പോൾ എന്താണ്, 13 ഒരു പിടിവാശിക്കാരനായതുകൊണ്ട് എന്ത് ചെയ്തു, ഈവൻ നമ്പറിനെ കൊണ്ട് ആഡ് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓഡ് നമ്പറിനെ കൊണ്ട് ആഡ് ചെയ്ത് 22 കിട്ടി. ആൻഡ് പിന്നെ നമ്മൾ പറഞ്ഞു 5 വരുന്ന എല്ലാവരും എന്താണ്, ഇതിൽ ഇല്ല, എക്സ്ക്ലൂഡഡ് ആണ്. സോ 5 വരുന്ന എല്ലാവരെയും നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തു. പിന്നെ ഒരു കൺഫ്യൂഷൻ, 2 വേക്കൻറ്റ് പ്ലേസ് വീണ്ടും വന്നു. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ റൗണ്ട് ചെയ്ത് 30, പിന്നെ ഒരു കൂട്ടിന് 31 കൊടുത്തു. അപ്പോൾ ഇത്രയാണ് എന്താണ് എക്സ്ക്ലൂഡ്. അപ്പോൾ ഇനി ആരൊക്കെയാണുള്ളത്, അപ്പോൾ ഇത്രയാണ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്ത നമ്പേഴ്സ്. അപ്പോൾ ഇൻക്ലൂഡഡ് ഏതൊക്കെയാണ്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 എക്സ്ക്ലൂഡഡ് ആണ്, 4 എക്സ്ക്ലൂഡഡ് ആണ്, ആൻഡ് 5 എക്സ്ക്ലൂഡഡ് ആണ്, 6 എക്സ്ക്ലൂഡഡ് ആണ്, 7, 8, 9 ഇല്ല, 10, 11, 12, 13 ഇല്ല, 14 ആൻഡ് 15 ഇല്ല, 16, 17, 18, 19, 20, 21, 22 എക്സ്ക്ലൂഡഡ് ആണ്. സോ 23, 24, 25 എക്സ്ക്ലൂഡഡ് ആണ്, 26, 27, 28, 29, 30 എക്സ്ക്ലൂഡഡ് ആണ്, 31 എക്സ്ക്ലൂഡഡ് ആണ്, 32, 33, 34, 35 എക്സ്ക്ലൂഡഡ് ആണ്. സോ 36, 37, 38, 39, 40, 41. സോ ഇത്രയും നമ്പേഴ്സാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത്രയും പേര് നമ്മൾ സെലക്ട് ചെയ്തു, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിലേക്ക് നമ്മൾ സെലക്ട് ചെയ്തു. ഇവിടെ കൊണ്ട് തീർന്നോ, ഇല്ല. ഓരോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും ഓരോ മാറ്ററിനാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഏതാണെന്ന് അറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടും അല്ലേ. വാട്ട് ഡു യു മീൻ ബൈ IAS 17 എന്നോ വാട്ട് ഡു യു മീൻ ബൈ IAS 10 എന്നോ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏതാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അതിലേക്ക് നമുക്ക് പോവാം. അതിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ലെറ്റേഴ്സ് തമ്മിലുള്ള ഒരു ഗെയിമിംഗ് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എന്താണ്, നമ്മുടെ ഈ നമ്പർ കൊടുത്തു. ഇനി നമ്മൾ അതിന് പേരിടാൻ പോവാണ്. ഓരോന്നിനും ഓരോ ആൽഫബറ്റ് കൊടുക്കാൻ പോവാണ്. നമ്മൾ ഈ ലെറ്റേഴ്സ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ എന്താണ് ഒരേ പേരുള്ള 1-2 പേരൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ. അതുപോലെ ചിലതിനൊക്കെ എന്താണ് ചില സെയിം ലെറ്റേഴ്സൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ലെറ്റേഴ്സ് നമ്മൾ കൊടുക്കാൻ വേണ്ടി ആദ്യം എടുക്കുന്ന ഒരു കീവേഡ് അല്ലെങ്കിൽ ഒരു ലെറ്റേഴ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് പറയുന്നത് പിസ്സ എന്നുള്ള വാക്കാണ്. അങ്ങനെ പീറ്റ്സയൊക്കെ ഓർത്ത് വയ്ക്കാം, പക്ഷേ സ്പെല്ലിംഗ് കണക്ട് ചെയ്ത് ഓർക്കരുത്. ആ പ്രൊനൗൺസിയേഷനെ മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ഇത് പീറ്റ്സ അല്ല, പിസയാണ്. ഓക്കെ, PISA, പിസ്സ. ആ വേർഡ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഈസീസ്, EZIS. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്, കുറച്ച് ഈസി ആക്കാനല്ലേ. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് ഈസീസ് എന്നുള്ള വാക്കും, ECIS. ഇത് PISA, നമുക്ക് പിസ്സ എന്ന് വായിക്കാം. ECIS എന്താണ്, ഈസീസ് എന്നോ അങ്ങനെ വായിക്കാം. ബട്ട് ഈ ലെറ്റേഴ്സാണ് നമ്മൾ ഓർത്ത് വെച്ചേക്കേണ്ടത്. അപ്പോൾ ഇത് രണ്ടെണ്ണം എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക, പിസ്സ ആൻഡ് ഈസീസ്. ഇനി ഈ പിസ്സ എന്ന വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്ററായ Pയും Aയും നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ഓക്കെ, Pയും A ഇതൊരു മെട്രിക്സ് പോലെയാണ് ഞാനിപ്പോൾ ഇവിടെ വരയ്ക്കുന്നത്. അപ്പോൾ Pയും Aയും എടുത്തു. നെക്സ്റ്റ് ഈ Pക്ക് ശേഷം വരേണ്ടതാണ്, Pക്ക് തൊട്ട് മുന്നിലുള്ള നാലാമത്തെ ലെറ്റർ ഏതാണ്, ഫോർത്ത് ലെറ്റർ ഏതാണ്, L ആണല്ലേ. LMNOP അല്ലേ, ഫോർത്ത് ലെറ്റർ വരുന്നതാണ്. Pക്ക് മുന്നേ വരുന്ന ഫോർത്ത് ലെറ്റർ L ആണ്. ഇനി എക്ക് മുന്നേ ലെറ്റേഴ്സ് ഉണ്ടോ, ഇല്ല. അപ്പം എക്ക് ശേഷം വരുന്ന ഫോർത്ത് ലെറ്റർ ഏതാണ്, E ആണല്ലേ. എ കഴിഞ്ഞു BCDE. അപ്പോൾ നമ്മൾ എല്ലും ഇയും സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായോ, പിസ്സ ആൻഡ് ഈസീസ്. അത് കഴിഞ്ഞ് പിസ്സയിലെ പിയും എയും നമ്മൾ ഇങ്ങനെ എടുത്തു.
ഒരു വെർട്ടെക്സ് പോലെ എടുത്തു. ആൻഡ് അതിനുശേഷം പിക്ക് തൊട്ട് മുന്നേ ഉള്ള 4ാമത്തെ ലെറ്ററായ എൽ എടുത്തു. എക്ക് ശേഷം വരുന്ന 4th ലെറ്ററായ ഇ എടുത്തു. ഈ ഒരു റോയിൽ നമ്മൾ എയർ എന്ന് പ്രൊണൗൺസ് ചെയ്യാം. നമുക്ക് എന്താണ് എയർ എന്ന് പ്രൊണൗൺസ് ചെയ്യാം. അപ്പോൾ എയർ എന്ന് പ്രൊണൗൺസ് ചെയ്യണമെങ്കിൽ അതിന് എൻഡ് ലാസ്റ്റ് എന്താണ് 6 വരണം, അതിന് ശേഷം വരണ്ട. അപ്പോൾ ഇടയ്ക്കുള്ള ഇടയ്ക്കൊരു ലെറ്റർ എന്താണ് വേക്കൻറ്റ് സ്പേസ് ഉണ്ട്. ആ ലെറ്റർ എന്താണ് സൈലൻ്റ് ആയിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, എയർ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അതിനൊന്ന് വായിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്ന ഏത് ലെറ്ററിനെ അവിടെ നമ്മൾ ആലോചിക്കണം ഏത് ലെറ്ററിനെ ഇൻക്ലൂഡ് ചെയ്താൽ അത് സൈലൻ്റ് ആയിരിക്കാം. അപ്പോൾ ഒരു സൊല്യൂഷൻ പറയാണ്. ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു എന്ത് ചെയ്യും, അവിടെ വന്ന് സൈലൻ്റ് ആയിട്ട് ഇരുന്നോളും, വലിയ പ്രശ്നം ഉണ്ടാക്കത്തില്ല. അപ്പം നമുക്കിനി എയർ എന്നതിനെ വായിക്കാം, ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, അപ്പോൾ ആരാണ്, ബി ആണ് ആ അടുത്ത സുഹൃത്ത് എയുടെ. അപ്പോൾ എയുടെ അടുത്തിരിക്കുന്ന ബി അല്ലേ. അങ്ങനെ എന്ത് ചെയ്തു, ബിയെ കൊണ്ട് അവിടെ പ്ലേസ് ചെയ്തു. അപ്പോൾ ബി എന്ത് ചെയ്തു, മിണ്ടാതെ എയർ തന്നെ വായിച്ചോളാം, ബി സൈലൻ്റ് ആയിട്ട് ഇരുന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ആവശ്യപ്പെട്ടാണ്. അപ്പോൾ അതാരുടെ അക്സെപ്റ്റ് ചെയ്തു, ഇയും ആറും ആ ഡിമാൻഡ് അക്സെപ്റ്റ് ചെയ്തു അല്ലേ. അപ്പോൾ അവർക്കും തിരിച്ചൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, ശരി ബിയെ കൊണ്ടുവന്ന് വെച്ചോ, പക്ഷെ എന്താണ് തൊട്ട് മുകളിലുള്ള ഈ വേക്കൻറ്റ് സ്പേസിൽ എന്താണ് ഞങ്ങൾക്ക് ആ സ്പേസ് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. ഏത് അക്സെപ്റ്റ് ചെയ്തു, ശരി നിങ്ങൾ തന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ഈ തൊട്ട് മുകളിലുള്ള 2 സ്പേസും ഇയും ആറും എടുത്തു. അപ്പോൾ 6 നേരെ മുകളിൽ 6 എന്നാൽ ശരിയാവത്തില്ല. അങ്ങനെ എന്ത് ചെയ്തു, ഈ അവിടെയും കൊടുത്തു, ഇവിടെ എന്ത് ചെയ്തു 6ഉം എടുത്തു. സെയിം വന്നു കഴിഞ്ഞൊരു റിപ്പൾഷൻ വരും, അതുകൊണ്ട് എന്ത് ചെയ്തു 6ഉം ഇയോടെ കൊടുത്തു. അപ്പോൾ ഇത്രയും മെട്രിക്സ് മനസ്സിലായല്ലോ അല്ലേ. ഇപ്പോൾ ഈ ലെറ്റേഴ്സ് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് കംഫോർട്ടബിളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, വളരെ സ്റ്റിഫായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് പറയുകയാണ് നിങ്ങൾക്ക് ഞാനൊരു AC വെച്ച് തരാം എന്ന് പറയണം. എന്താണ് ഒരു AC ഫിറ്റ് ചെയ്ത് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു ശരി നിങ്ങൾ AC ഒക്കെ ഫിറ്റ് ചെയ്ത് തന്നോളൂ, പക്ഷെ ഞങ്ങൾക്കൊരു കണ്ടീഷനുണ്ട്. ഒരു കണ്ടീഷനുണ്ട്. എന്താണ്, ഞങ്ങൾക്കൊരു വൈഫൈ വേണം. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്താണ് ഈ ഒരു മെട്രിക്സിനുള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, അപ്പോൾ നമുക്ക് കുറച്ച് സൗകര്യത്തിന് വൈഫൈ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ എവരുടെ ഈ ഒരു ആൽഫബറ്റ് വേൾഡിൽ വൈഫൈ എന്ന് പറയത്തില്ല, പകരം പൈഫൈ എന്നാണ് പറയുന്നത്. എന്താണ് പൈഫൈ എന്നാണ് പറയാറ്. അങ്ങനെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്ത് ചെയ്തു, ശരി സമ്മതിച്ചു, നിങ്ങൾക്ക് പൈഫൈ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു മെട്രിക്സിനുള്ളിൽ ഒരുപാട് ലെറ്റേഴ്സ് ഇല്ല, എക്സ് ഇല്ല, ഇസഡ് ഇല്ല, അങ്ങനെ ഒരുപാട് ലെറ്റേഴ്സ് ഇല്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് ഈ വൈഫൈക്ക് ഒരു പാസ്വേഡ് വേണം, അല്ലെങ്കിൽ എല്ലാവരും കയറി ഉപയോഗിക്കത്തില്ലേ, അങ്ങനെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്തു. FEII എന്നുള്ളതാണ് ആ രഹസ്യമായ പാസ്വേഡ്. അപ്പോൾ ഒരു കാരണവശാലും അത് മറന്നു പോകരുത്. FEII ഇതാണ് എന്തെന്ന് പറയുന്നത് ആ പാസ്വേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ 29 ആൽഫബറ്റ്സ്, 29 ലെറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ പിസയിൽ നിന്നും ഈസീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇതിൻ്റെ പിയും എയും എടുത്തു ആൻഡ് 4 ലെറ്റേഴ്സ് ബാക്ക്. പിക്ക് മുമ്പിലുള്ള 4th ലെറ്റർ എടുത്തു, എൽ എടുത്തു, ആൻഡ് എക്ക് ശേഷമുള്ള 4th ലെറ്റർ എടുത്തു, ഇ എടുത്തു, ആൻഡ് അതിനുശേഷം എന്ത് ചെയ്തു, നമ്മൾ എയർന്ന് പ്രൊനൗൺസ് ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ 6 വന്നു. അപ്പോൾ അത് പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ കേൾക്കുന്ന ഒരാൾ വേണമായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, ബിയെ കൊണ്ടുവന്നു. ആൻഡ് ആ ഡിമാൻഡ് അക്സെപ്റ്റ് ചെയ്തതുകൊണ്ട് എന്ത് ചെയ്തു, ഇക്കും 6നും ഇവിടെ ഉണ്ടായിരുന്ന വേക്കൻറ്റ് സ്പേസ് എന്ത് ചെയ്തു അവർക്ക് വിട്ടുകൊടുത്തു. ആൻഡ് അതിനുശേഷം എന്താണ് ഒരു AC ഒക്കെ ഉണ്ടായി. അപ്പോൾ AC ഒക്കെ വെച്ചോ, പക്ഷെ ഒരു കണ്ടീഷൻ വെച്ചു. ഒരു കണ്ടീഷൻ വെച്ചു, എന്താണ് അവിടെ ഒരു വൈഫൈ വേണം, അവരുടെ ലാംഗ്വേജിൽ പൈഫൈ സെറ്റ് ചെയ്തു. ആൻഡ് ഈ പൈഫൈയുടെ പാസ്വേഡാണ് FEII. ഓക്കെ, സോ ഈ ലെറ്റേഴ്സ് എല്ലാം ഓർത്ത് വയ്ക്കാൻ പറ്റുമല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന IAS നമ്പേഴ്സ്, ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്പർ എന്ന് പറയുന്നത് ഇത്രയും നമ്പറാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത്. ഓക്കെ, അതിന് കൊടുക്കാനുള്ള പേരും നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇതാണ് എൻ്റെ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. നമുക്കിനി ഓരോരുത്തർക്കും ആ പേര് ഇട്ട് കൊടുക്കണ്ടേ. സോ അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ 4 പേർക്ക് എന്ത് ചെയ്യാം, പേരിടാം. P stands for Presentation of Financial Statement. Presentation of Financial Statement. അതാണ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 ഡീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് IAS 2. നമ്മുടെ ലെറ്റർ ഏതാണ് അടുത്തത്, സോ I എന്ന് പറയുന്നത് ഇൻവെൻട്രീസ്. ആൻഡ് അക്കൗണ്ട് സ്റ്റാൻഡേർഡ് 7 എന്തായിരുന്നു, അടുത്ത ലെറ്റർ S ആണല്ലേ. S stands for സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് ആണ് എന്തെന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 7ൻ്റെ അകത്ത് പറയുന്നത്. ആൻഡ് 8ൽ നമ്മൾ പറഞ്ഞ ലെറ്റർ ഇതാണ് A. A stands for
accounting policies change in accounting estimates and errors. Okay. IAS 8 deals with accounting policies change in accounting estimates and errors. അടുത്ത നമുക്ക് അടുത്ത 4 പേര് ഏതൊക്കെയാണ്? IAS 10 മുതൽ 14 വരെയുള്ളവരാണ് അടുത്ത 4 പേര്. IAS 10, 11, 12, 14. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? നമ്മുടെ സെക്കൻഡ് പാറ്റേൺ എന്ന് പറയുന്നത് ECIS ആണല്ലേ. സോ ECIS. E stands for events after balance sheet date. C stands for construction contracts. I stands for income taxes and A stands for segment reporting. അടുത്തത് IAS 16 മുതൽ 19 വരെ വരുന്നതാണ്. IAS 16, 17, 18, 19 നമ്മുടെ അടുത്ത സെറ്റ്. അപ്പോൾ ലെറ്റേഴ്സ് നെക്സ്റ്റ് സെറ്റ് ഏതാണ്? PLRE ആണല്ലേ. PLRE. Here P stands for property, plant and equipments. IAS 16 property, plant and equipments. And L stands for leases. IAS 17 leases. R stands for revenue. IAS 18 revenue. And E stands for employee benefits. IAS 19 employee benefits. അടുത്തത് IAS 20 മുതൽ 24 വരെ വരുന്നവരാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഏതാണ്? AEBR ആണല്ലേ. AEBR. Here A stands for accounting for government grant and disclosure of government assistance. E stands for effect of changes in forex rates. B stands for borrowing cost and R related party disclosure. Next IAS 26 മുതൽ 29 വരെ. IAS 26, 27, 28 and 29. ഇതിൻ്റെ കറസ്പോണ്ടിങ് ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? ACIF അല്ലേ. ACIF. Here A stands for accounting and reporting by retirement benefit plan. C stands for consolidated and separate financial statement, which is IAS 27. And I stands for investment in associates and joint ventures, which is IAS 28. And F stands for financial reporting in hyperinflationary conditions, which is IAS 29. Okay. അടുത്തത് IAS 32 മുതൽ 36 വരെ. IAS 32, 33, 34 and 36. അടുത്ത സെറ്റ് ഏതാണ്? FEII നമ്മുടെ പാസ്വേഡ് അല്ലേ. F stands for financial instruments presentation, which is IAS 32. And E stands for earnings per share, which is IAS 33. I stands for interim financial reporting, which is IAS 34. And next I means impairment of assets, which is IAS 36. Next IAS 37 മുതൽ 40 വരെ. IAS 37, 38, 39 and 40. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സെറ്റ് ഇതാണ് നമ്മുടെ PIFI. PIFI. Here P stands for provisions, contingent liabilities and contingent asset. That is IAS 37. I stands for intangible assets, which is IAS 38. F stands for financial instruments, recognition and measurements, which is IAS 39. And again I stands for investment property, which is IAS 40. തീർന്നോ? IAS 1 to 41 വരെയാണുള്ളത് അല്ലേ. നമ്മുടെ ഈ പാറ്റേണിൽ ഒരാളും കൂടി ഉണ്ട്. പക്ഷേ ഞാൻ ആ പാറ്റേണിൻ്റെ ഒരു ഫോർമാറ്റ് സെറ്റാൻ വേണ്ടി ഞാൻ പറയാതിരുന്നതാണ്. ഓക്കെ, IAS 41 കൂടിയുണ്ട്, which is agriculture. Okay, so IAS 41 agriculture എന്ന് പെട്ടെന്ന് ഓർത്തിരിക്കുമല്ലോ. സോ IAS 41 agriculture.
അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ് നീഡും പറഞ്ഞു, പിന്നെ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പറഞ്ഞു. അതിനകത്ത് ഏതൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള നമ്പേഴ്സ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ അതിൻ്റെ ഓരോന്നിനെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നമ്പേഴ്സിന് ഓരോരോ ലെറ്റേഴ്സ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു. അത് നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു അല്ലേ. ലാസ്റ്റ് ഒരു അഗ്രികൾച്ചറും കൂടി വരുന്നുണ്ടായിരുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിച്ച് വെക്കേണ്ട കാര്യങ്ങളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്കുന്നൊക്കെ ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഈ ഒരു മെട്രിക്സ് അതുപോലെ അങ്ങ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഏത് കറസ്പോണ്ടിങ് ലെറ്ററാണ് ഇത് വരുന്നതെന്ന്. പിന്നെ എൻ്റെ എക്സ്പാൻഷൻ നിങ്ങൾ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ കറക്റ്റ് എക്സ്പാൻഷൻ എഴുതാൻ പറ്റത്തുള്ളൂ. ഇത് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ കണ്ടുപിടിച്ച ഒരു മെട്രിക്സ് ആണ്. ചിലപ്പോൾ ഇതിനേക്കാളും ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും. ഇതിനേക്കാട്ടിലും കുറച്ചുകൂടി ബെറ്റർ ഐഡിയാസ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതൊരു ഇത് കാണുന്ന ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയേക്കാം. വളരെയേറെ എഫേർട്ട് എടുത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ ലൈക്ക്, സബ്സ്ക്രിപ്ഷൻ ആൻഡ് കമൻറ്റ് എനിക്ക് വളരെയേറെ എൻകറേജ്മെൻറ്റ്സ് തരും. അറ്റ്ലീസ്റ്റ് നിങ്ങളിത് ഷെയറെങ്കിലും ചെയ്യുക. അതിലൂടെ ഒരുപാട് കുട്ടികൾക്ക് ഇത് ബെനിഫിഷ്യൽ ആയേക്കാം. താങ്ക് യു.